ദേവ് ട്രാവൽ വേൾഡിൻ്റെ 97ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെൻറ്റർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1987 പാലക്കാട് മുണ്ടൂരിൽ സ്ഥാപിച്ച ഒരു ഗവേഷണ സ്ഥാപനം. വിവിധ സാങ്കേതിക വിദ്യകളെ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിത്തീർക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 1980 മുതൽ ഗ്രാമീണ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ഗവേഷണത്തിൽ പരിഷത്ത് ഏർപ്പെടുകയുണ്ടായി. അക്കാലത്താണ് പരിഷത്ത് അടുപ്പ് രൂപകൽപ്പന ചെയ്തത്. പരിഷത്ത് അടുപ്പിൻ്റെ വിജയമാണ് IRTC എന്ന സ്വന്തം ഗവേഷണ സ്ഥാപനം സ്ഥാപിക്കുന്നതിലേക്ക് പരിഷത്തിനെ നയിച്ചത്. മൊട്ടക്കുന്നായ ഈ 8.5 ഏക്കർ സ്ഥലം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും പൂച്ചെടികൾ വെച്ചും ഇത്രയും ഹരിതാപമാക്കിയത് ശാസ്ത്രകുതികളായ പരിഷത്ത് പ്രവർത്തകരാണ്. റൂറൽ എഞ്ചിനീയറിംഗ് സെൻറ്റർ, ചെറുകിട ജലവൈദ്യുത പദ്ധതി, നീർത്തടാധിഷ്ഠിത വികസനം, പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ പഠന ഗവേഷണങ്ങൾ ഇവിടെ നടക്കുന്നു. കേരളത്തിലെ പഞ്ചായത്തുകളുടെ വികസന പദ്ധതികൾക്ക് സഹായവും പരിശീലനവും നൽകുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് IRTC. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പറമ്പിക്കുളം വാൽപ്പാറ യാത്രയ്ക്കിടയിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് IRTCയിലെ ഈ ക്യാൻറ്റീനിൽ ഞങ്ങൾ കയറിയത്. വീട് വിട്ടാൽ മറ്റൊരു വീട് എന്ന് പറയത്തക്ക വിധം വൃത്തിയുള്ള സാഹചര്യത്തിൽ നല്ല രുചികരമായ പ്രഭാത ഭക്ഷണം ഞങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുകയുണ്ടായി. നമുക്ക് വേണ്ട ഭക്ഷണം നാം തന്നെ എടുത്തു കഴിക്കുന്ന രീതിയാണ് ഇവിടെയുള്ളത്. ജീവനക്കാരുടെ പെരുമാറ്റവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. വിശാലമായ ഈ ഹാളിനകത്ത് വേണ്ട വിധം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഉണ്ട്. യാത്രക്കിടയിലെ ഈ പ്രഭാത ഭക്ഷണം ഞങ്ങൾക്കെല്ലാം ഹൃദ്യമായ ഒരു അനുഭവമായി മാറി. നാം കഴിച്ച പാത്രങ്ങൾ നമ്മൾ തന്നെ കഴുകുന്ന രീതിയാണ് ഇവിടെയുള്ളത്. അതിനുള്ള സൗകര്യവും വേസ്റ്റ് തട്ടാനുള്ള സൗകര്യവും എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് ഈ ഗ്രാമീണ സാങ്കേതിക വിദ്യാ കേന്ദ്രം സവിശേഷമായ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ മാത്രം മതി IRTC ഉൽപ്പാദിപ്പിച്ച ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ. യൂട്ടിലസ് യുജീനിയ എന്ന ആഫ്രിക്കൻ മണ്ണിരയെ ഉപയോഗിച്ച് മണ്ണ് ആവശ്യമില്ലാതെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്ന പദ്ധതിയും ഇവിടെയുണ്ട്. മഴവെള്ളം സംഭരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കുളത്തിൽ ശാസ്ത്രീയ മത്സ്യകൃഷി ഉണ്ട്. ഇതുകൂടാതെ അലങ്കാര മത്സ്യങ്ങൾക്കുള്ള നഴ്സറിയും പ്രവർത്തിക്കുന്നുണ്ട്. പരിഷത്ത് ഉൽപ്പന്നങ്ങളായ ചൂടാറ പെട്ടി, സമത സോപ്പ് ഉൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ നിന്നും വികസിപ്പിച്ചവയാണ്. ഡെക്കോ പാഷ്, പരമ്പരാഗത തൊഴിലാളികളായ കുമ്പാരന്മാരുടെ ഉന്നമനത്തിനായി IRTC നടത്തിവരുന്ന സവിശേഷ പദ്ധതിയാണ് ഇത്. വാൾപുട്ടിയിട്ട് മിനുസപ്പെടുത്തിയ മൺപാത്രങ്ങളുടെ പ്രതലങ്ങളിൽ പ്രിൻ്റ് ചെയ്ത ചിത്രം ഒട്ടിച്ച് തയ്യാറാക്കുന്ന ഫ്ലവർ വേസുകളാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു പറ്റം ആളുകളുടെ ജീവിതത്തിന് തന്നെ ഒരു താങ്ങായി മാറിയിരിക്കുകയാണ് IRTCയുടെ ഡെക്കോപാഷ്. മെച്ചപ്പെട്ട വിളവ് ലഭിക്കുന്ന ശാസ്ത്രീയ കൂൺ കൃഷിയും ഇവിടെയുണ്ട്. മാംസത്തിനും രോമത്തിനും പരീക്ഷണങ്ങൾക്കും വേണ്ടി മുയലുകളെയും വളത്തിനും സസ്യാഹാരത്തിനുമായി അസോളയും ഇവിടെ വളർത്തുന്നുണ്ട്. ഒരേ സമയം ഉൽപ്പന്നങ്ങൾ വാങ്ങാനും പരിശീലനം നേടാനും പൊതുജനങ്ങൾക്ക് കഴിയും വിധത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സെമിനാർ ഹാളിൽ ഒതുങ്ങി നിന്ന ശാസ്ത്രത്തെ സാധാരണക്കാരൻ്റെ ജീവിതോപാധിയാക്കി മാറ്റിയ ചരിത്രമാണ് IRTCയുടേത്. ജീവനക്കാരുടെ സമർപ്പണ മനോഭാവമാണ് ഈ സ്ഥാപനത്തിൻ്റെ മഹാപ്രയാണത്തിനുള്ള ഇന്ധനമായി വർത്തിക്കുന്നത്. ഏറെ അഭിമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ശേഷം ഈ സ്ഥാപനത്തിൻ്റെ പടികളിറങ്ങി. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.